17 വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക ആശുപത്രി PG മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ. ജനങ്ങൾക്ക് ഭീഷണിയായി തുടരുന്ന കാട്ടാനയെ മയക്കുവെടി വെച്ച് സുരക്ഷിതമായ മറ്റൊരു വനമേഖലയിലേക്ക് മാറ്റുന്നതടക്കമുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം MK മുസ്തഫ അബ്ദുൽ ലത്തീഫ് ആവശ്യപ്പെട്ടു. കരുവാരക്കുണ്ട്, കാളികാവ്, തൂവൂർ പഞ്ചായത്തുകളിലെ മലയോര മേഖല കേന്ദ്രീകരിച്ചുള്ള ഗ്രാമീണ പ്രദേശങ്ങളിൽ കഴിഞ്ഞ 2 ദിവസമായി കാട്ടാനയുമായി ബന്ധപ്പെട്ട വലിയ ആശങ്കാജനകമായിട്ടുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കാളികാവിലിറങ്ങി, ഇന്ന് രാവിലെ കരുവാരക്കുണ്ടിലും തൂവൂർ പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലും ഈ കാട്ടാന ആളുകൾക്ക് പ്രയാസകരമാവുന്ന രൂപത്തിൽ, അവർക്ക് ഭയപ്പാടുണ്ടാക്കുന്ന രൂപത്തിൽ ഈ പ്രദേശത്ത് കൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിന് ഈ വിഷയത്തിൽ മാത്രമല്ല, ഇത് ഇടയ്ക്കിടയ്ക്ക് നിരന്തരമായി ഉണ്ടാവുന്ന ഒരു വിഷയമാണ്. വന്യമൃഗങ്ങളുടെ ശല്യം കാരണം ഈ പ്രദേശത്തെ ജനങ്ങൾ വലിയ പ്രയാസം അനുഭവിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്നലെയും ഇന്നുമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ വിഷയത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് ഈ കാട്ടാനയെ വനത്തിനുള്ളിലേക്ക് പറഞ്ഞയക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവിടുത്തെ ആളുകളുടെ ആവശ്യമെന്ന് പറയുന്നത്, ഈ മേഖലയിലെ ആളുകളുടെ ആവശ്യമെന്ന് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് അതിന് കൂടുതൽ ഫോഴ്സ് ആവശ്യമാണ് എങ്കിൽ അവർ പറയുന്നത് ERT ടീമിനെ വെച്ചിട്ടാണ് ഈ ആനയെ കാട്ടിനുള്ളിലേക്ക് പറഞ്ഞയക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കുറച്ചുകൂടി ആ ടീമിലെ അംഗങ്ങളുടെ അപര്യാപ്തത കുറവുണ്ട് എങ്കിൽ അത് കുറച്ചുകൂടി അംഗങ്ങളുടെ എണ്ണം കൂട്ടി എത്രയും പെട്ടെന്ന് നാട്ടിൽ ഭീതി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാട്ടാനയെ കാട്ടിനുള്ളിലേക്ക് പറഞ്ഞയക്കാൻ വേണ്ടിയുള്ള ഒരു നടപടി വനം വകുപ്പ് സ്വീകരിക്കണമെന്ന് ആണ് ആവശ്യപ്പെടാനുള്ളത്. അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് പ്രയാസകരമാകുന്ന രൂപത്തിൽ അവരുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ് എങ്കിൽ ഈ ആനയെ മയക്കുവെടി വെച്ച് മറ്റ് ഉൾവനത്തിൽ കൊണ്ടുപോയി വിടാനുള്ള ഒരു ശ്രമം വനം വകുപ്പ് സ്വീകരിക്കണം. കാരണം ഈ പ്രദേശം എന്ന് പറയുന്നത് സാധാരണക്കാരായിരിക്കുന്ന കൂലിപ്പണിക്കാരായ ആളുകൾ തിങ്ങി താമസിക്കുന്ന പ്രദേശങ്ങളാണ്. സ്വാഭാവികമായിട്ടും അവർക്ക് നിരന്തരം ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ്. അപ്പോൾ ഈ വിഷയത്തിൽ ഉൾപ്പെടെ തുടർന്നും ഇതുപോലെയുള്ള വന്യമൃഗ ശല്യങ്ങൾ ഉണ്ടാവുമ്പോൾ വനം വകുപ്പ് വളരെ സത്വരമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇങ്ങനെ സാഹചര്യം ഉണ്ടാകുമ്പോൾ നാട്ടുകാരായിരിക്കുന്ന ആളുകളും ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കേണ്ടതുണ്ട്. ആന വരുമ്പോൾ അതിനെ കാട്ടിനുള്ളിലേക്ക് പറഞ്ഞയക്കാൻ വേണ്ടിയുള്ള ശ്രമം വനം വകുപ്പ് നടത്തുമ്പോൾ അതിന് അവർക്ക് സഹായകരമാകുന്ന രൂപത്തിലാണ് പൊതുജനങ്ങൾ അവിടെ അവരുടെ ഒരു നിലപാട് സ്വീകരിക്കേണ്ടത്. സംയമനം പാലിച്ച് പിന്നെ അവിടെ വലിയ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പ്രയാസമുണ്ടാക്കുന്ന രൂപത്തിൽ നാട്ടുകാരായിരിക്കുന്ന ആളുകളും പ്രവർത്തിക്കാൻ പാടില്ല. തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് അടിയന്തരമായി ഇതിന് പരിഹാരം ഉണ്ടാവണം. അതിന് വനം വകുപ്പ് ഉണർന്ന് പ്രവർത്തിക്കണം. അല്ലാത്ത പക്ഷം ഒരുപക്ഷെ ജനകീയ സമരങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായി എന്ന് വരും. അപ്പോൾ അതിനൊന്നും കാരണമാവാതെ വളരെ പെട്ടെന്ന് ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെടുകയാണ്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കാൻ വനവകുപ്പ് അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം MK മുസ്തഫ അബ്ദുൽ ലത്തീഫ് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. നിലവിൽ നിലമ്പൂർ സൗത്ത്, നോർത്ത് RRT ടീമുകൾ കാട്ടാനയെ വനമേഖലയിലേക്ക് തിരിച്ചയക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. കൂടുതൽ അംഗങ്ങളെ ഉൾപ്പെടുത്തി ഈ ദൗത്യം ത്വരിതപ്പെടുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ജനവാസ മേഖലയിലെ അപകട സാധ്യത തുടർന്നാൽ കാട്ടാനയെ മയക്കുവെടി വെച്ച് സുരക്ഷിതമായ മറ്റൊരു വനമേഖലയിലേക്ക് മാറ്റുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പ്രദേശവാസികളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന സാഹചര്യം ഒഴിവാക്കാൻ വനംവകുപ്പ് ശക്തമായ ഇടപെടൽ നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ വിഷൻ, മലപ്പുറം. 17 വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക ആശുപത്രി PG മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ. ഗൈനക്കോളജി വിഭാഗം. പരിചയസമ്പന്നരായ ഗൈനക്കോളജിസ്റ്റുകളുടെ 24 മണിക്കൂറുമുള്ള സേവനം. കുട്ടികളുടെ വിഭാഗത്തിൽ മുഴുവൻ സമയവും വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുന്നു. സാധാരണ പ്രസവ പാക്കേജ്, ഓർത്തോപീഡിക് വിഭാഗം, ജനറൽ സർജറി വിഭാഗം, ഗവൺമെന്റിന്റെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി, എക്സ്റേ, ECG, ലാബ്, ഫാർമസി എന്നിവ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നു. PG മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, VK റോഡ്, നിലമ്പൂർ.